ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട്, അതിപരിശുദ്ധ സ്ഥലത്ത് കടക്കാൻ പിറകിൽ കൂടി കുറുക്കുവഴിയില്ല. ഈ ബസ്സിലൊക്കെ വലിയ റഷ് ഉണ്ടാകുന്ന സമയത്ത് ചില മിടുക്കന്മാര് ഡ്രൈവർ ഇരിക്കുന്ന ആ വശത്തൂടെ കയറി പറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ കയറിയൊരു വിനയുടെയൊക്കെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിപരിശുദ്ധ സ്ഥലത്ത് കടക്കാൻ കുറുക്ക് വഴികളില്ല എന്നുള്ളത് ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുന്നു. അതിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രാകാരം, അതിനുശേഷം ഹോളി അല്ലെങ്കിൽ ശുദ്ധസ്ഥലം, ഈ പറയപ്പെട്ട മാർഗങ്ങളിൽ കൂടെ മാത്രമേ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരുത്തൻ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഈ യാത്രയിൽ ആദ്യമായിട്ടൊരു മനുഷ്യൻ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ കാണുന്നതായ ഒരു കാഴ്ചപ്പാട് ആൾട്ടർ ആണ്. പ്രൈസ് ദി ലോർഡ്. ആൾത്താര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ 7 വർഷം ഒരു വൈദികനായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ വാക്കുകളൊക്കെ കൂടുതൽ അറിയാം. ആൾട്ടർ എന്നുള്ള വാക്കിൽ നിന്നാണ് ആൾത്താരയൊക്കെ ഉണ്ടായത്. ആൾട്ടർ കോളിംഗ് എന്ന് നിങ്ങൾ ധാരാളം കേട്ടിട്ടില്ലേ? അങ്ങനെ കർത്താവിന്റെ ദാസന്മാര് വിളിക്കുമ്പോൾ ഒന്ന് മുട്ടുകുത്തിയിട്ടില്ലേ, സമർപ്പിച്ചിട്ടില്ലേ? ആൾട്ടർ കോളിംഗ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗപീഠത്തിങ്കിലേക്ക് വരുന്ന അനുഭവം എന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ക്രൂശിങ്കലേക്ക് വിളിക്കുക എന്നാണ് ആൾട്ടർ കോളിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ പല നാളുകളിലായി ചിത്രീകരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ വിശിഷ്യ പഴയ നിയമകാലത്ത് യഹൂദ്യ ആരാധന നിലവിലിരുന്ന കാലത്ത് കാൽവരി ക്രൂശിനെ നിഴലായി ചിത്രീകരിച്ചിരുന്ന ഒരിടമാണ് ആൾട്ടർ, യാഗപീഠം. ആ യാഗപീഠത്തെ ആദ്യം ദർശിക്കാതെ, ആ യാഗപീഠത്തെ ആദ്യം അഭിമുഖീകരിക്കാതെ ഹൈ ജമ്പ് ചാടി, അതെന്റെ വാക്കാണ്, അതിനെ തൊടാതെ ഹൈ ജമ്പ് ചാടി അതിപരിശുദ്ധ സ്ഥലത്ത് കയറുവാൻ ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് കാണേണ്ട ഇടം, ഒന്നാമത് സ്പർശിക്കേണ്ട ഇടം ഈ യാഗപീഠമാണ്. എന്റെ പ്രസംഗത്തിന്റെ മെസ്സേജ് നേരത്തെ തന്നെ ആന്റി ക്ലൈമാക്സ് പോലെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന് അടുത്ത കാലത്തും മരിച്ചുപോയ ഒരു കർത്താവിന്റെ ദാസൻ, ഒരു പാസ്റ്റർ, എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു പിതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞാൽ വളരെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ സ്വന്തക്കാരും ഇവിടെ ഉണ്ടാവും. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാൻ വേണ്ടി അത് ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ഞങ്ങളൊക്കെ ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് 1/4 ശതാബ്ദത്തോളം ആകുന്നു. അദ്ദേഹം പറഞ്ഞാണ്, പാസ്റ്റർ കെ എബ്രഹാമിന്റെ ഒക്കെ സമകാലീനരായിട്ട് സഹപ്രവർത്തകരായിട്ട് ഞങ്ങൾ ഇറങ്ങിയവരാണ്. അദ്ദേഹത്തിന്റെ ഭാഷയാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങൾ കർത്താവിന്റെ കൃപയിലേക്ക് വന്നപ്പോൾ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, അദ്ദേഹം പറയുകയാണ്, അന്ന് ഞങ്ങൾ വളരെ കണ്ണുനീരൊഴുക്കി. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അതൊരു സംഭവമായിരുന്നു. അന്ന് ഞങ്ങൾ അനേകരോട് ക്ഷമ ചോദിച്ചു. അന്ന് ഞങ്ങൾ പലർക്കും കൊടുത്തു തീർത്തു, കടങ്ങൾ വീട്ടി, ക്ഷമയാചിച്ചു, കാലുപിടിച്ചപേക്ഷിച്ചു. ഞങ്ങളൊക്കെ മാനസാന്തരപ്പെട്ട സമയം സ്വർഗം സന്തോഷിച്ചു. ദൂതന്മാർ ആ വിവരം അറിഞ്ഞു. അദ്ദേഹത്തിന്റെ ആശയം ഞാൻ എന്റെ ഭാഷയിൽ അങ്ങ് പറയുകയാണ്. ഇത് പറഞ്ഞ ശേഷം കുറെ നേരം ആ വയസ്സനായ ആ ദൈവദാസൻ ഇങ്ങനെ ചിന്താമുഖനായി നിന്നെ എന്നോട് പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആ നിൽപ്പുമൊക്കെ ഇന്നും മറക്കില്ല. ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അനുഭവം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇപ്പോഴതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ആരോ പറയുന്ന കേട്ടു, ഇപ്പൊ കാർഡ് പൂരിപ്പിച്ചു കൊടുത്താൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ ആശ ഒരിക്കലും മറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു വികാരം കൂടാതെ, ഒരു വേദന കൂടാതെ, ഒരു തുള്ളി കണ്ണുനീരില്ലാതെ, ഒരു ദീർഘശ്വാസമില്ലാതെ, ഒരു വേദനയുടെ അനുഭവം ഏറ്റെടുക്കാതെ അതിപരിശുദ്ധ സ്ഥലത്തെ എത്തിപ്പിടിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വേദപുസ്തകം അതിന് അനുകൂലമല്ല. ഈ പുണ്യയാത്രയിൽ, ഈ തീർത്ഥയാത്രയിൽ മുന്നോട്ട് നീങ്ങുന്ന തീർത്ഥാടക, നീ ഈ ആൾട്ടർ, ഈ യാഗപീഠം സ്പർശിക്കാതെ മുന്നോട്ട് പോകുവാൻ ദൈവം വ്യവസ്ഥ ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുതിയ നിയമം പ്രസംഗിക്കുമ്പോൾ പുതിയ നിയമ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ വക്താവായിരിക്കുന്ന പൗലോസപ്പോസ്തലൻ തന്നെ ക്രൂശിനെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്ര ബിന്ദുവായി ഉയർത്തി പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ഭാഷ തന്നെ നിങ്ങൾ കേൾക്കുക. ക്രൂശിന്റെ വചനം, ക്രൂശിന്റെ വചനമാണ്, ക്രൂശിന്റെ വചനമാണ്. ആരും തെറ്റിദ്ധരിക്കാതിരിക്കാമെങ്കിൽ ഞാനൊരു അനുഭവം പറയാം. ഒരിക്കൽ ഒരു കൺവെൻഷനിൽ ഞാനും വേറെ ഒരു ദേവദാസനും കൂടെ പ്രസംഗിച്ചു. അദ്ദേഹം അല്പസമയം പ്രസംഗിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രസംഗിക്കുകയാണ്. എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ്. അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്ന ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചു എങ്ങനെ ഇരുന്നെന്ന്. ഞാൻ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെ താഴ്ത്തി പറയുന്ന ആളല്ല. ഞാൻ പറഞ്ഞു നന്നായിരുന്നെന്ന് മാത്രം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് അടങ്ങാമായിരുന്നു. പക്ഷെ അദ്ദേഹം രണ്ടാമതും എന്നോട് ചോദിച്ചു എങ്ങനെയിരുന്നു എന്റെ പ്രസംഗം. ഞാൻ പറഞ്ഞു തരക്കേടില്ലായിരുന്നു പറഞ്ഞു. അദ്ദേഹത്തിന് അടക്കം വന്നില്ല. മൂന്നാമതും എന്നോട് ചോദിച്ചു. കാരണം മൂന്നാമതും ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ വേദപുസ്തകത്തിൽ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു സഹോദര, പ്രയാസപ്പെടല്ലേ, ഞാനൊരു കാര്യം പറയാം. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൻ മരിച്ച വിവരം പറയുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ അപ്പൻ മരിച്ച വിവരം അതറിയാത്തടത്ത് അറിയിക്കുകയാണ് സുവിശേഷം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാന് എന്റെ അപ്പന്റെ മരണവാർത്ത നിങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു. വെളുപ്പൻ എന്റെ അപ്പൻ മരിച്ചുപോയി. എന്നിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി ഇന്നുകൊണ്ട് ചോദിക്കുകയാണ് ഒത്തോ, നന്നായിരുന്നോ, എന്റെ ആംഗ്യമൊക്കെ നന്നായിരുന്നോ എന്ന് ചോദിക്കുന്നത് പോലെ ആക്വേഡാണ് ബ്രദർ. കാൽവറിയിൽ നമ്മുടെ അപ്പൻ പിടഞ്ഞു മരിച്ച സംഭവം നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചതിന് ശേഷം ഒത്തോ എന്ന് ചോദിക്കുന്നത്. അന്നായിരിക്കണം അദ്ദേഹത്തിന് അതേ കാൽവരിയുടെ ഏതാണ്ട് ഒരു രൂപം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ തമ്മിൽ അതിന് ശേഷവും വളരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്നേഹമല്ലാതെ എന്നോട് ഇതുവരെ വിദ്വേഷമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കർത്താവിനെ വീണ്ടും ഒന്ന് സ്തുതിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. പൗലോസപ്പോസ്തലൻ ക്രൂശിന്റെ മർമ്മം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. വെറും വചനമല്ല സുവിശേഷമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയുന്ന ക്രൂശിന്റെ വചനം. ക്രൂശിൽ യേശു ചങ്കുപൊട്ടി രക്തമൊഴുക്കി വേദനപ്പെട്ട് അങ്ങനെ ഉരുവാക്കിയ വചനമാണ് ക്രൂശിന്റെ വചനം. അത് നശിച്ചു പോകുന്നവർക്ക് അറിയാവുന്നവർക്ക് പൂരിപ്പിച്ച് പറഞ്ഞാട്ട് പോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. ഞാൻ ആ വാക്യം കഴിഞ്ഞ രാത്രി ഞാൻ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന് മരണവൃക്ഷമെന്ന് പേര് ചുരുക്കി പറഞ്ഞതുപോലെ ഞാൻ ആ പോളൈൻ എക്സ്പ്രഷൻ പൗലോസിന്റെ ആ പ്രയോഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ലഘൂകരിച്ച് പറയാൻ പോവുകയാണ്. ക്രൂശിന്റെ വചനം പോഷത്വമായി വിചാരിക്കുന്നവർക്ക് നാശം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. പോഷത്വമെന്ന് വിചാരിക്കുന്നവർക്കത് നാശം.
പ്രൈസ് ദി ലോർഡ്. അതിൽ വിശ്വസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിൽ ആശ്രയിക്കുന്നവർക്ക് അവരെ രക്ഷിക്കുന്ന ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. ആ ക്രൂശിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ രണ്ട് ജനവർഗങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യം പറഞ്ഞത്. യഹൂദന്മാർക്ക്, അവർക്ക് ഈ ക്രൂശ് ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ അടയാളം ചോദിച്ച് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വുഡ്പെക്കർ അല്ലെങ്കിൽ മരംകൊത്തി എന്ന് പറയുന്ന ഒരു മരത്തോടാണ് ഞാൻ ഈ കൂട്ടരെ ഉപമിച്ചിരിക്കുന്നത്. മരംകൊത്തിയെ കുറിച്ച് ഒരു കഥ നാട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു സങ്കല്പ കഥയാണ്. മരംകൊത്തി ഒരു വീട് വെക്കാനായിട്ട് ശ്രമിച്ചു. തടി അന്വേഷിച്ച് അത് ഇറങ്ങി. അത് തടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറകളായിട്ട് ആ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരോട് നമ്മൾ സംസാരിച്ചാൽ മശിഹായെ അവർ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. മശിഹായുടെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നും പറയും. എന്നാൽ എത്രാമത്തെ ആഗമനത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതെന്നാണ് മറുപടി. മശിഹ ഒന്നാമത് വന്ന് തന്റെ ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗസ്ഥലങ്ങളിലേക്ക് പോയി പിതൃവലഭാഗെ ഇരിക്കുന്നു. തന്റെ സഭയെ ചേർക്കുവാൻ സമയം ആസന്നമാകുമ്പോൾ ദൂതഘോഷത്തോടുകൂടി മടങ്ങി വരുവാൻ അവനിങ്ങനെ ബദ്ധശ്രദ്ധനായിരിക്കുമ്പോൾ ഈ ജാതി ഒന്നാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി യവനന്മാരാരാന്നറിയോ? യവനന്മാരെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ ജ്ഞാനികളാണ്. അവർക്കിത് ഭോഷത്വമാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കീറാമുട്ടി പ്രശ്നങ്ങൾ, പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കണമെന്നേ ഉള്ളൂ. ജ്ഞാനത്തിന്റെ വക്താക്കളെന്ന് ഭാവിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കുകയാണ്. എന്നാൽ ട്രൂ നോളജ്, സത്യമായ ജ്ഞാനം, അറിയേണ്ട അറിവ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, റിഡീമിംഗ് നോളജ്, രക്ഷാകരമായ ജ്ഞാനം ഇതുവരെയും അവരെത്തിപ്പിടിച്ചിട്ടില്ല. അൺവാണ്ടഡ് നോളജ്. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത അറിവുകളെല്ലാം അവർ സ്വന്തമാക്കുകയാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹിന്ദി നോൺ ഡീറ്റെയിൽ അത് ഒരു കഥയുണ്ടായിരുന്നു. ഞങ്ങളുടെ സിലബസ് പഠിച്ച വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാകും. ഗംഗാനദി കടക്കുന്ന ഒരു പണ്ഡിതനായ ഒരു മനുഷ്യനെ കുറിച്ച് ഒരു കഥയാണ്. ഒത്തിരി നേരമെടുക്കാതെ ഞാൻ ആ കഥ പറയാം. ഗംഗാനദി കണ്ടിട്ടുള്ള ആളുകൾക്കും അറിയാം, സാമാന്യം നല്ല വീതിയുള്ള ഒരു നദിയാണ്. കൽക്കട്ട ഭാഗങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. ഗംഗാനദി ഒരു വള്ളത്തിൽ കടക്കുമ്പോൾ ഒരു പണ്ഡിതനായ മനുഷ്യൻ തടിച്ച 2-3 പുസ്തകങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ആ വള്ളത്തിൽ ഇരിക്കുകയാണ്. ഒരു പരിഷ്കാരമില്ലാത്ത ഒരു വള്ളക്കാരനാണ് ഈ വള്ളം അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അക്കരെ ചെല്ലാൻ കുറച്ച് സമയമുള്ളത് കൊണ്ട് ഈ വള്ളത്തിന്റെ നടുപ്പടിയിൽ ഇരുന്നു കൊണ്ട് ഈ പണ്ഡിതനായ മനുഷ്യൻ ഈ അപരിഷ്കൃതനായ ഈ വള്ളക്കാരനോട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: എടോ മനുഷ്യ, തനിക്ക് ഫിലോസഫി അറിയാമോ എന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, സാറേ ഞാൻ ഉണ്ടായി പിന്നെ ആദ്യം കേൾക്കുക എന്ന് പറഞ്ഞു. ഫിലോസഫി. ഉടനെ വളരെ പുച്ഛരസത്തിൽ ഈ വള്ളക്കാരനെ നോക്കിക്കൊണ്ട് ഈ പണ്ഡിതൻ പറഞ്ഞു, നീ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ 4-1 നഷ്ടമായി പോയെന്ന് പറഞ്ഞു. സമ്മതിച്ചു. കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോൾ ചോദിച്ചു, നിനക്ക് ആന്ത്രോപോളജി അറിയാമോ? നിനക്ക് മനുഷ്യവർഗത്തെ കുറിച്ചുള്ള സയൻസ് അറിയാമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സാറേ സാറ് പറഞ്ഞ പിന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. ഉടനെ പണ്ഡിതൻ പുച്ഛരസത്തോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ പകുതി നശിച്ചു പോയെന്ന് പറഞ്ഞു. ജീവിതത്തിന്റെ പകുതി നശിച്ചു പോയെന്ന് അറിവുള്ള ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പെട്ടെന്നൊരു മുഖാലസ്യം പോലെ വന്ന് ആ വള്ളം തുഴയാൻ കഴിയാതെ വണ്ണം അവനൊരു അസ്തപ്രജ്ഞനായിട്ട് തീർന്നു. വള്ളം അവന്റെ കൺട്രോളിൽ നിന്നങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഈ സമയം കൊണ്ട് പണ്ഡിതൻ തെറിച്ച് വെള്ളത്തിൽ വീണു. ഒരു നിമിഷം കൊണ്ട് വള്ളക്കാരൻ സുബോധം വീണ്ടെടുത്തു. വെള്ളത്തിൽ തെറിച്ചു പോയ ആളിനെ
ഒരു കൈ കൊണ്ട് എത്തിപ്പിടിച്ചു. അയാൾ വള്ളത്തിന്റെ ഒരു വങ്കിൽ പിടിച്ചുകൊണ്ട് ബാക്കി ഭാഗം മുഴുവൻ വെള്ളത്തിൽ കിടക്കുകയാണ്. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് വള്ളക്കാരൻ പണ്ഡിതനോട് ചോദിച്ചെന്നാണ് കഥയുടെ അവസാന ഭാഗം, സാറേ, സാറിന് നീന്തോളജി അറിയാമോ? ഉടനെ അയാൾ പറഞ്ഞു, ഇല്ല, ആ ഒറ്റ കാര്യം പഠിക്കാഞ്ഞതുകൊണ്ട് സാറ് ഇവിടെ തീരാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പല കാര്യങ്ങൾ പഠിക്കാതിരുന്നതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ പകുതി മാത്രമേ നഷ്ടപ്പെട്ടു പോയുള്ളൂ. എന്നാൽ സാർ ഒരൊറ്റ വിഷയം പഠിക്കാഞ്ഞ കാരണത്താൽ സാറിന്റെ ജീവിതം മുഴുവൻ ഇവിടെ താഴുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. നല്ല കഥയാണ്, നല്ല ഗുണപാഠമുള്ള കഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചരിത്രം പഠിക്കാതിരുന്നാൽ, ഭൂമിശാസ്ത്രം പഠിക്കാതിരുന്നാൽ, പല ഓളജികൾ പഠിക്കാതിരുന്നാൽ, പല വിഷയങ്ങൾ പഠിക്കാതിരുന്നാൽ, ദാറ്റ് മച്ച്, അത്രത്തോളം എനിക്ക് നഷ്ടമുണ്ട്, കുറവുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഈ സംസാര സാഗരത്തിൽ ഞാൻ ഒരു വിഷയം പഠിക്കാതിരുന്നാൽ, അധ്യാത്മവിദ്യ പഠിക്കാതിരുന്നാൽ, ഞാൻ ദൈവികത്വം പഠിക്കാതിരുന്നാൽ, ഞാൻ ആത്മീയം മനസ്സിലാക്കാതിരുന്നാൽ, എനിക്ക് ഈ ഫെറി കടക്കാൻ, എനിക്ക് ഈ കടവ് കടക്കാൻ, എനിക്ക് അക്കരെ എത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏത് മനുഷ്യനും മറ്റേത് വിഷയം പഠിച്ചില്ലെങ്കിലും അവൻ പഠിച്ചിരിക്കേണ്ട വിഷയം ട്രൂ നോളജാണ്, സത്യജ്ഞാനമാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, രക്ഷാകരമായ ജ്ഞാനം, റിഡീമിംഗ് നോളജ്, സേവിംഗ് നോളജ്, രക്ഷാകരമായ ജ്ഞാനം. ഈ ജ്ഞാനം കരഗതമാക്കിയ ഭാഗ്യശാലികൾ അവരുടെ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പൊക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി, എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ താൻ വഹിച്ചതാ. ഓർക്കുന്തോറും സ്നേഹമെന്ന് വർദ്ധിച്ചിടുന്നേ, ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേ തൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേ തൻ കൂടെ വാഴാനെന്നു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഞാൻ പൗലോസിനെ കുറിച്ച് ഒരു വാക്കൂടെ പറയട്ടെ. പൗലോസ് അപ്പോസ്തലന്റെ 14 എപ്പിസോഡ്സ്, 14 ലേഖനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവവും കർത്താവിന്റെ ക്രൂശും വളരെ ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ ക്രൂശിനെ തൊടാതെ ക്രിസ്ത്യാനിയായി തീർന്ന ആളല്ല. നിങ്ങൾ എന്നോടുകൂടി ഒരു നിമിഷം ചിന്തിക്കുമെങ്കിൽ ഞാനൊരു രംഗം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഡമസ്കോസിന്റെ ആ റോഡിൽ വെച്ച് മധ്യാഹ്ന സമയത്ത് മധ്യാഹ്ന സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം തന്റെ മേലടിച്ചു. താന് ആ റോഡിൽ മയങ്ങി വീണു. അപ്പോ തനിക്ക് പ്രത്യക്ഷനായ ആളുമായിട്ട് ഒരു ചെറിയ ഡയലോഗ് ആ അവസ്ഥയിൽ താൻ നടത്തി. ഒരു അർത്ഥബോധാവസ്ഥയിലാണ് ഈ ഡയലോഗ് നടക്കുന്നത്. ഒന്നാമത്തേത്, അവിടുന്ന് ആരാണ്? പ്രൈസലോ. മറുപടി, ഐ ആം ദ പെർസിക്യൂട്ടഡ് വൺ. നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ, നിന്റെ ഉപദ്രവം സഹിക്കുന്ന യേശുവാണ് ഞാൻ. അതിനെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഐ ആം എ സഫറിംഗ് ക്രൈസ്റ്റ്. നീ നിമിത്തം ദുഃഖം അനുഭവിക്കുന്ന ഒരു യേശുവാണ് ഞാൻ. ഇതാണ് യേശുവിൽ നിന്ന് താൻ ആദ്യമായി താൻ രക്ഷിക്കപ്പെട്ട ദിവസം കേൾക്കുന്ന ശബ്ദം. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ കോപിപ്പിച്ചെന്നായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാക്കാമായിരുന്നു. നീ എന്നെ ഉപദ്രവിച്ചു എന്നുള്ള വാക്കാണ് യേശു പറഞ്ഞത്. അത് ക്രൂശിന്റെ ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി യേശു പറഞ്ഞ ഒരു വാക്ക്, മുള്ളുകളുടെ നേരെ നീ ഉദയ്ക്കുന്നത് നിനക്ക് യോഗ്യമല്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്നൊന്നും അല്ല യേശു പറഞ്ഞത്. മുള്ളുകളുടെ നേരെ, ചില പുതിയ നിയമ പരിഭാഷകളിൽ ഇറ്റ്സ് നോട്ട് വെൽ ഫോർ യു ടു കിക്ക് അഗൈൻസ്റ്റ് സ്റ്റോൺസ്
മുള്ളുകൾക്ക് നേരെ തൊഴിക്കുന്നത് നിനക്ക് നല്ലതല്ലെന്നാണ് ചില ഭാഷാന്തരങ്ങൾ. ഞാനതിങ്ങനെ ആക്കിയിട്ടുണ്ട്, മുൾമുടിയോട് എതിർക്കുന്നത് നിനക്ക് നല്ലതല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. മുൾമുടി ധരിച്ചവനായ എന്റെ നേരെ എതിർക്കുന്നത് നിനക്ക് നല്ലതല്ല എന്നാണ് യേശു പൗലോസിനോട് പറഞ്ഞത്. പൗലോസിനെ വിളിക്കുന്ന ദിവസം തന്നെ താൻ നിമിത്ത ഉപദ്രവം സഹിക്കുന്നവനും പൗലോസിനെ പോലുള്ള അനേകർക്ക് വേണ്ടി മുൾമുടി ധരിച്ചവനുമായ ഒരു യേശുവാണ് അവന് പ്രത്യക്ഷനായി അവനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം താന് തന്റെ ശുശ്രൂഷയിൽ മുൾക്കിരീടധാരിയായ ക്രൂശിതനായ യേശുവിനെ ഇത്രമാത്രം ഉയർത്തി പ്രസംഗിക്കുവാൻ തനിക്ക് പ്രേരണ ഉണ്ടായതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമുക്കിനി അതിവേഗം സുവിശേഷങ്ങളിലേക്കൊന്ന് മടങ്ങി വരാം. ഈ ലോകത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ഹാർട്ട് റെൻഡിങ്, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഹൃദയസ്പർശകമായ സംഭവം ഏതാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഒന്നാം ലോകമഹായുദ്ധമല്ല, ഒരു കാലത്ത് നടന്നിട്ടുള്ള ഒരു കാര്യവുമല്ല, ചരിത്രത്തിൽ ആർക്കും മറക്കാനോ മായ്ച്ചു കളയാനോ കഴിയാതെ വണ്ണം വളരെ ആരുടെയും ശ്രദ്ധയെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കാലങ്ങളുടെ തികവിൽ സംഭവിച്ച യേശുവിന്റെ കാൽവറി മരണമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കുന്നു, ചത്തെങ്കിലോ വളരെ വിളവുണ്ടാകുന്നു എന്നുള്ള പൗലോസിന്റെ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കി തീർത്ത സംഭവമാണ് ക്രൂശ്. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്വർഗത്തിന്റെ കോതമ്പുമണി ഈ നിലത്ത് വീണ്, ഈ ഭൂമിയിൽ വീണ് നമുക്ക് വേണ്ടി ചത്തു. അതിൽ നിന്ന് ഉണ്ടായ ജീവനുള്ള ധാന്യമണികളാണ് ഇന്ന് എന്റെ ഇടത്തും വലത്തും മുമ്പിലുമെല്ലാം കാണപ്പെടുന്ന ഈ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ക്രൂശിനെ പ്രസംഗിക്കാതെ ഒരിക്കലും സുവിശേഷം അവതരിപ്പിക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലം അടുക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് തുടങ്ങിയ വിഷയങ്ങളെല്ലാം മൗനമാകുമെന്നും മന്ദമാകുമെന്നും ഒക്കെ അപ്പോസ്തലന്മാർ വളരെ വ്യക്തമായി അതേ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടുകാരൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്. ഈ അന്ത്യകാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ദുർഗതിയെ കുറിച്ച് അദ്ദേഹം പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രൂശിൻ വചനം നിശബ്ദമായി എന്ന് പറഞ്ഞാൽ ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗം അധികം കേൾക്കാനില്ല എന്നല്ല, ഒട്ടും തന്നെ കേൾക്കാനില്ല. കൂടാരവാസ സ്വഭാവം മാറി. ഒരു തീർത്ഥാടക സഭ, പിൽഗ്രിം ചർച്ച് ആയിരിക്കുന്ന സഭ അതിന്റെ കൂടാരവാസ സ്വഭാവം മാറ്റിയിട്ട് അത് ഒരു ബിൽഡിംഗ് ആയിട്ട് മാറി. സഭയൊരു ടെന്റാണ്, ഒരു യാത്രക്കാരന്റെ കൂടാരമാണ്. ഏത് നേരത്തും നിവർക്കുകയും ഏത് നേരത്തും ചുരുട്ടുകയും ചെയ്യാവുന്ന ഒരു കൂടാരമാണ് എന്നുള്ളത് മറന്നിട്ട് ഒരിക്കലും ഇളകാത്ത ഒരു സ്ഥാപനമാണെന്നുള്ള രീതിയിൽ അതിനെ മാറ്റി. ക്രൂശിൻ വചനം നീ ശബ്ദമായി, കൂടാരവാസ സ്വഭാവം മാറി. മൂന്നാമത്തെ ഗതികേട് നാമധേയരായി എന്ന് പറഞ്ഞാൽ എന്തുവാ? വെള്ളിക്കോല്. പക്ഷേ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളിയില്ല. വെള്ളിക്കോലയിൽ ആരെങ്കിലും വെള്ളി കണ്ടിട്ടുണ്ടോ? നെയ്യപ്പത്തിൽ ആരെങ്കിലും നെയ്യ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, കടലാടി എന്നും പറഞ്ഞൊരു മരുന്നുണ്ട്, അതിന് കടലുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നാമധേയരായി, ക്രിസ്ത്യാനി, ക്രിസ്തുമായിട്ട് ബന്ധമില്ല. ഈയിടെ ഒരാൾ വരുന്നേട്ട് ക്രിസ്ത്യാനി എന്നുള്ള പേരല്ല, ചിലർക്ക് കുറച്ചുകൂടെ യോജിച്ചത് ക്രിസ്തുഹാനി, ക്രിസ്തുവിനെ ഹനിക്കുന്നവൻ. നാമധേയരായി അനുതാപവും പോയി. ആത്മീയന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് റിപ്പന്റൻസ് ആണ്, ദൈവികമായ ദുഃഖമാണ്. അതെല്ലാം പോയി. പ്രൈസ് ദി ലോർഡ്. സഭ ഏറെക്കുറെ ഈ ലോകത്തോട് അനുരൂപമായി മാറി. അതിൽ ദുഃഖിക്കാത്തവരാരുണ്ട്? ഇന്ന് മൺമറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോയ ഒരു
കർത്താവിന്റെ ദാസൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു പിതാവാണ്. അദ്ദേഹം ഒരിക്കൽ എന്റെ യോഗത്തിൽ സംബന്ധിച്ചതിന് ശേഷം, ബൈബിൾ സ്കൂളിലൊന്നും പഠിച്ച ആളൊന്നുമല്ല, എന്നെ അടുക്കൽ വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ ഉപദേശിക്കുകയാണെന്ന് ധരിക്കല്ലേ എന്നൊക്കെ എന്നോട് അപ്പോളജൈസ് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വല്ല നിവൃത്തിയുണ്ടെങ്കിൽ എവിടെ പ്രസംഗിച്ചാലും സുവിശേഷ പ്രസംഗത്തിൽ 2 കാര്യങ്ങള് എത്ര സമയമില്ലെങ്കിലും ഒന്ന് തൊട്ടുപോകുകയെങ്കിലും ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് വിഷയമാണെന്ന്. അദ്ദേഹം പറഞ്ഞു, യേശുവിന്റെ കുരിശ്. എത്ര സമയമില്ലെങ്കിലും കർത്താവിന്റെ കുരിശിനെ കുറിച്ച് ഒന്ന് തൊട്ട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് യേശുവിന്റെ മടങ്ങി വരവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വെറും പ്രസംഗം ക്രൂശിന്റെ വചനമായി മടങ്ങി വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സമാഗമന കൂടാരത്തിന്റെ ആദ്യത്തെ ഉപകരണം ആൾട്ടർ, യാഗപീഠമാണ്. അവിടെ ചെന്ന് മുട്ടാതെ ത്രോൺ ഓഫ് ഗ്രേസ്, കൃപാസനത്തിലേക്ക് ചെല്ലാമെന്ന് ആരും വിചാരിക്കണ്ട. ഹൈ ജമ്പ് ചാടാൻ നിവൃത്തിയില്ല, കുറുക്കു വഴികളൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ കുരിശിച്ചു. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർത്തിരുന്നു, ഈ ചരിത്രത്തിൽ ആകപ്പാടെ ഒരൊറ്റ കുരിശേ ഉണ്ടായിട്ടുള്ളൂ, അത് നമ്മുടെ കർത്താവിന്റെ കുരിശാണെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചിരുന്നു. എന്നാൽ ഈ വാക്യം വായിച്ചപ്പോഴാണ് ഞാൻ ആകെ ചിന്താകുലനായത്. ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ കുരിശിച്ചു. കുറഞ്ഞപക്ഷം കാൽവരി കുരിശിന്റെ ആ രംഗത്ത് നിങ്ങൾ നോക്കാമെങ്കിൽ 3 കുരിശുകൾ അല്പാൽപ്പം അകലങ്ങളിൽ ഇങ്ങനെ നാട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് ബൈബിൾ ക്ലാസ് അല്ലെന്നൊക്കെ എനിക്കറിയാം, ഞാൻ ബോധവാനാണ്. എങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്. വേദപുസ്തകത്തിൽ കാൽവറി എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും വേദപുസ്തകത്തിലുണ്ടോ? കാൽവറി എന്ന് നമ്മൾ ധാരാളം പറയുന്ന ഒരു പദം വേദപുസ്തകത്തിൽ, നിങ്ങളുടെ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ചോദിച്ചാൽ അത് എടുത്തു കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കാൽവറി. ഇപ്പോഴാ ചിലർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സംശയത്തിന് വേണ്ടി ഞാനിങ്ങ് പറഞ്ഞിട്ട് പോട്ടെ. ഗോൽഗോഥ, സ്കൾ ഗ്രൗണ്ട്, തലയോടിടം എന്നർത്ഥമുള്ള അതേ പ്രയോഗം തന്നെയാണ് കൽവറി. അത് കാണണമെങ്കിൽ ലത്തീൻ ഭാഷയിലുള്ള ബൈബിൾ വായിക്കണം. ഗോൽഗോഥ എന്നുള്ളതിന് പകരം ലത്തീൻ ഭാഷയിലുള്ള തുല്യ പദമാണ് കാൽവറി. അതുകൊണ്ട് നിങ്ങളുടെ മലയാളം ബൈബിളിലോ ഇംഗ്ലീഷ് ബൈബിളിലോ ആ വാക്ക് കണ്ടില്ലെങ്കിലും ഖേദിക്കണ്ട. പ്രൈസ് ദി ലോർഡ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് നമ്മുടെ ആത്മക്കണ്ണുകളാൽ ഈ 3 കുരിശുകളെ ഒന്ന് കാണാം. ഇടത്തും വലത്തുമായി 2 കള്ളന്മാരും, അതിന്റെ നടുവിൽ യേശുവും കുരിശിക്കപ്പെട്ട് കിടക്കുന്നു. നമുക്ക് ഈ ധ്യാനം അവസാനിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകണം. ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവർ വീണ്ടും അവരുടെ കൈകളെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 കള്ളന്മാർ എന്തിനാണ് യേശുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നതെന്ന് ഞാനിങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്. നമ്മുടെ നാട്ടില് ഈ വലത്തുവശത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് വല്ല കുസൃതിയും കാണിക്കുമ്പോൾ പെറ്റതള്ളമാര് പലപ്പോഴും അവരോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നീ എന്താടാ ഈ ഇടത്തൂടാണോ എഴുന്നേറ്റ് വന്നതെന്ന്. പൈസല്ലോ വലത്തൂടെ വന്നിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നെന്നാണ്. പക്ഷെ ഈ പാവപ്പെട്ട വീട്ടമ്മയ്ക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടാ, ഈ കുശൃതി ചെറുക്കൻ ഏത് വശത്തൂടെ എഴുന്നേറ്റ് വന്നാലും ഒരു ഗുണവുമില്ല. പ്രൈസ് ദി ലോർഡ്. കുത്തുകയും തൊഴിക്കുകയും ചെയ്യുന്ന പശുവിനെ കൂട് മാറ്റിക്കെട്ടിയാലും അത് ആ ജോലി തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന ചുരുക്കം ചില ഭാഗങ്ങളുണ്ട്. അന്ന് ശിശുമരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ രസകരമായൊരു മറുപടി ഉണ്ട്. പക്ഷേ 100ാമത്തെ വയസ്സിലായിരിക്കും ശിശു മരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് ഛിദ്രബുദ്ധികളായിരിക്കുന്ന ജന്തുക്കളെല്ലാം കൂടി ഒന്നിച്ചു പാർക്കും. ഒരു കൊച്ചുകുട്ടി
അതെ, അണലിയുടെ പൊത്തിൽ കൈയിടും, പക്ഷെ ഒരു നാശവും ഉണ്ടാകയില്ല. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കും. സഹസ്രാബ്ദ വാഴ്ചയിൽ എല്ലാം അനുഗ്രഹമായിരിക്കും. പക്ഷേ പാപിയോ 100 വയസ്സുള്ളവനായാലും ശപിക്കപ്പെട്ടവനെന്നേ വരൂ. പ്രൈസ് ദി ലോർഡ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാപി ഏത് കാലത്ത് ജീവിച്ചാലും അവൻ പാപിയാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ ജീവിച്ചാലും പാപിയാണ്. ഇടയ്ക്ക് ഈ നമ്മുടെ ഭാരതഭൂമിയിൽ അവിടെ ഇവിടെയായിട്ട് വിശിഷ്യ ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും കർത്താവിന്റെ സാക്ഷികളായ വിശുദ്ധന്മാര് സഹിക്കുകയും കൊല്ലപ്പെടുകയും രക്തസാക്ഷികളാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിൽ പലരും അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തോടെ ഏകീഭവിക്കുവാൻ അവിടെ എവിടെയായിട്ട് ദൈവമക്കൾക്ക് കർത്താവ് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പലരും ആകുലപ്പെടുന്നുണ്ട്. പലരും അതിനെക്കുറിച്ച് ഇതെന്തെന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കർത്താവ് ഇത് അനുവദിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നു. പലരും ചോദിക്കുമ്പോൾ ഞാൻ ഒരു മറുപടി പറയാറുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്: നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് നമ്മുടെ കർത്താവിന് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ സ്വർഗം മലിനമാകും. നമ്മളൊക്കെ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയിലുണ്ടല്ലോ. നമ്മളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയാൽ നമ്മൾ നിമിത്തം സ്വർഗം മലിനമാകും. അങ്ങനെ സ്വർഗത്തെ മാലിന്യപ്പെടുത്താൻ ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മളെ വിശുദ്ധരാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. Praise the Lord. Praise the Lord. ന്യായവിധി എവിടെ ആരംഭിച്ചു? ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം അവിടെ വിടാം, നമുക്ക് മടങ്ങി വരാം. ഈ ലോകത്തിലുള്ള മനുഷ്യരെ ഒരു കൊട്ടത്താപ്പ് അനുസരിച്ച് ചിലർ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. നല്ലവരെന്നും ദുഷ്ടന്മാരെന്നും മനുഷ്യരെ തിരിക്കാറുണ്ട്. എന്നാൽ ആ ക്ലാസിഫിക്കേഷൻ വേദപുസ്തകം സമ്മതിച്ചു കൊടുക്കുന്നില്ല. ലോകത്തിൽ നല്ലവരെന്നും ദുഷ്ടന്മാരെന്നും 2 തരക്കാരില്ലെന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവരുടെ സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, വലത്ത് വെടത്തും എന്ന് പറയുന്നു. അതുകൊണ്ട് നല്ലവരുടെ പ്രതിനിധിയായിട്ട് ഒരുത്തനെ വലത്തുവശത്ത് തൂക്കിയെന്നും ദുഷ്ടന്മാരുടെ പ്രതിനിധിയായിട്ട് ഒരാളിനെ ഇടത്തുവശത്ത് തൂക്കിയെന്നുമാണ് ചിലരുടെ ചിന്താഗതി. അത് തെറ്റാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. നമ്മളൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ദൈവം സത്യം പറയുന്നു. ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും, ആദാമ്യവർഗത്തെ മുഴുവൻ ദൈവം ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് ഒന്ന് അസസ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സോദോമിൽ നീതിമാന്മാരുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വിചാരണ നടത്താനായിട്ട് 2 ദൂതന്മാർ അവിടെ വന്നു. അബ്രഹാമിന് ആ കാര്യം നിശ്ചയമില്ല. അതുകൊണ്ട് അബ്രഹാം പക്ഷേ 10 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കാൻ കാരണം അബ്രഹാമിന് നിശ്ചയമില്ലാത്ത കൊണ്ടാണ്. എന്നാൽ അവിടെ ഒരു നീതിമാനുമില്ലെന്നുള്ള വിവരം ദൈവത്തിനറിയാം. അവിടെ നീതിമാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ വലഞ്ഞു പോയ നീതിമാനാണ്. ലോത്ത്. അല്ലെങ്കിൽ പിന്നെ ആ വീട് വളഞ്ഞ് അസഭ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് തന്റെ പെൺമക്കളെ നൽകാമെന്ന് ഒരു മനുഷ്യൻ പറയുമോ? ചത്തു വീണാൽ പറയുമോ? വലഞ്ഞു പോയൊരു നീതിമാനല്ലേ അങ്ങനെ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആ ഭാഗത്തോട്ടും കിടക്കുന്നില്ല. ദൈവം മനുഷ്യനെ ശോധന ചെയ്തിട്ട് ദൈവത്തിന്റെ അസസ്മെന്റ്, ദൈവത്തിന്റെ എക്സാമിനേഷൻ റിപ്പോർട്ട് ഈ പുസ്തകത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നല്ലവനില്ല, നന്മ ചെയ്യുന്നവനില്ല, എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഒറ്റ നീതിമാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ പേരിൽ യേശുവിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. ആരുമില്ലാതെ വന്നതുകൊണ്ടാണ് കർത്താവും മാനവനോയ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി മരിപ്പാൻ, ക്രൂശിൽ മരിപ്പാൻ തിരിഹിതമായത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആ റിപ്പോർട്ട് നമ്മൾ അംഗീകരിക്കുക. മനുഷ്യർക്കിടയിൽ 2 തരക്കാരില്ല. നല്ലവരും ദുഷ്ടന്മാരും എന്ന് പറയുന്ന 2 തരക്കാര് ഇല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പാപ സ്വഭാവികളാണ്.
പൈസലോ ചിലരുടെ മുഖത്ത് നോക്കിയാലൊക്കെ മര്യാദക്കാരായിട്ടൊക്കെ തോന്നിക്കുമെന്നേ ഉള്ളൂ. ഇടപെടുമ്പോ അറിയാം ആളുകളെ. ചിലരുടെ മുഖത്ത് നോക്കിയാൽ അല്പം പരുക്കനെ പോലൊക്കെ ഇരിക്കുമെങ്കിലും ഇടപെടുമ്പോൾ അല്പം മാർദ്ദവം കാണും. നിങ്ങളുടെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാനൊരു കൊച്ചു കാര്യം പറയാം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എവിടാന്ന് ചോദിക്കരുത്, ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ അവിടുത്തെ അപ്പച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വീട്ടിൽ ആരെങ്കിലും സഹായത്തിന് ചെന്നാൽ അമ്മച്ചിയാണ് വന്ന് ആദ്യം അവരെ സ്വീകരിക്കുന്നത്. വളരെ ഹൃദ്യമായ രീതിയിലാണ് അമ്മച്ചി സംസാരിക്കുന്നത്. ഒരു ഉറുമ്പ് പോലും അതിനുപോലും നോവാത്ത വാക്കുകളാണ് അമ്മച്ചി പറയുന്നത്. എന്റെ മക്കളെ, എവിടുന്നാ വരുന്നത്? വെയിൽ കൊണ്ടാണോ വരുന്നത്? അങ്ങോട്ട് പോകുമ്പം വെയിൽ കൊള്ളാതെ സൂക്ഷിക്കണേ, ഇപ്പൊ പകർച്ചവ്യാധിയൊക്കെ ഉള്ള കാലമാണ്. ഇങ്ങനെയൊക്കെ അമ്മച്ചി പറയുന്നത്. അമ്മച്ചി ഞാനൊരു സഹായം ചോദിച്ചാ വന്നതെന്ന് പറഞ്ഞാൽ അത് മാത്രം ഇവിടെ കിടപ്പില്ല മക്കളെ എന്ന് പറയും. അങ്ങോട്ട് പോകുമ്പോ അപ്പച്ചൻ ഈ സഹായത്തിന് വേണ്ടി വന്ന ആളിനെ കാണുകയാണെങ്കിൽ അപ്പച്ചൻ ഷൗട്ട് ചെയ്യും, നീ എന്തിനു വന്നാന്ന് ചോദിക്കും. ഒരു സഹായത്തിന് വന്ന, നീ അടുത്ത ദിവസമല്ലേ വന്നേച്ച് പോയി? അല്ല, ഞാൻ കഴിഞ്ഞാണ്ടില്ല വന്നത്. ഇനി ഇവിടെ വരരുത് കേട്ടോ, വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കല് കേട്ടോ. ഇയാൾ വളരെ ഭാരത്തോടു കൂടി പടി ഇറങ്ങുമ്പോൾ അപ്പച്ചന്റെ ഇടിമുഴക്കം പിന്നെയും കേൾക്കാം. അവിടെ നിൽക്കാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സഹായം കൊടുത്ത് അപ്പച്ചൻ വിടുകയാണ്. അപ്പൊ നാട്ടുകാർ പറയുന്നത് എന്നറിയോ? അമ്മച്ചിയുടെ പ്രാർത്ഥനയെക്കാൾ നല്ല അപ്പച്ചന്റെ വഴക്ക് പറച്ചിലാണ്. ചിലരെ കണ്ടാ മര്യാദക്കാരെ പോലെ തോന്നിക്കും, പക്ഷേ അവസരം കിട്ടുമ്പം പാപം ചെയ്യും. ക്ഷമിക്കണം എന്നോട്, അനേകര് പാപം ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? പാപം ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പാപം ചെയ്യാൻ അവസരം കിട്ടാഞ്ഞിട്ടാണ്. 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്ന ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ റിപ്പോർട്ട് ഒരു സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിക്കുക. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എന്റെ കോപത്തിൽ ആണയിട്ടു. കാര്യം മനസ്സിലായോ? ഫൈസലോ, രൂപേൻ അവസരം കിട്ടുമ്പോൾ രൂപേൻ പാപം ചെയ്യുന്നവനാണ്. യഹൂദ അവസരം കിട്ടുമ്പോൾ ദുർനടപ്പാചരിക്കുന്നവനാണ്. എന്നാൽ യൗസേപ്പിന് അവസരം കിട്ടിയാൽ യൗസേപ്പ് പാപം ചെയ്യുകയില്ല. അതിന്റെ കാരണം എന്താണെന്ന് യൗസേപ്പിനോട് ചോദിച്ചേ. ഞാൻ മനുഷ്യവർഗത്തിൽ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽപ്പെട്ടവനായതുകൊണ്ട് പാപം ചെയ്യുന്നില്ലെന്നല്ല അവൻ പറയുന്നത്. പിന്നെയോ എന്റെ ദൈവത്തിന് വിരോധമായിട്ട് ഞാൻ ഒരു പാപം ചെയ്യുകയില്ലെന്നാണ്. ദൈവത്തെ മുൻനിർത്തിയത് കൊണ്ട് മാത്രമാണ് അവൻ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നത്. സ്വാഭാവികമായി പാപം ചെയ്യുന്ന പ്രകൃതിയാണ് എല്ലാ മനുഷ്യർക്കും, ഒരു വ്യത്യാസവുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പ്രസംഗം ചുരുക്കിക്കൊണ്ട് പോകട്ടെ. യേശുവിന്റെ കുരിശിന്റെ 2 വശത്തായി കിടക്കുന്ന ഈ 2 വ്യക്തികൾ നീതിമാന്മാരുടെയും ദുഷ്ടന്മാരുടെയും ഓരോ പ്രതിനിധിയല്ല, പിന്നെയോ ദുഷ്ടന്മാരുടെ 2 പ്രതിനിധികളാണ്. ഈ 2 എന്നുള്ള യൂണിറ്റ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. നിങ്ങൾക്കറിയാമോ? റോമൻ ലോ ഒക്കെ ജൂയിഷ് ലോയിൽ നിന്ന് പോയതാണ്. ജൂയിഷ് ലോ സ്വർഗത്തിൽ നിന്ന് പോയതാണ്. 2 സാക്ഷികളുടെ വാമൊഴിയാൽ, കേട്ടിട്ടുണ്ടോ? വേദപുസ്തകത്തിലെ പ്രയോഗമാണ്. ഭൂമിയിൽ നിങ്ങൾ യാചിക്കുന്ന ഏത് കാര്യത്തിലും 2 പേർ തമ്മിൽ ഐകമത്യപ്പെട്ടാൽ, വേദപുസ്തകത്തിന്റെ പ്രയോഗമാണ്. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും യേശുവിന്റെ വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവിക പ്രമാണത്തിന്റെ യൂണിറ്റ് ആണ് യേശുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന 2 പേര് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധികളായി ആരെ തേടി ആരെ രക്ഷിക്കുവാൻ യേശു വന്നുവോ ആ മാനവകുലത്തിന്റെ 2 പ്രതിനിധികളാണ് കുരിശിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി കിടക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, വളരെ വേഗത്തിൽ പറയാം. ഇവർക്ക് തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് പച്ചവെള്ളം പോലെ തെളിയിക്കാൻ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. വ്യത്യാസമില്ലെന്ന് വേദപുസ്തകം പറയുന്നു. ഒന്ന്, ഇവരുടെ പേരെന്താണെന്നറിയാമോ? ഒരു നല്ലവനെയും ഒരു ദുഷ്ടനെയും യേശുവിനോടുകൂടെ കുരിശിച്ച നല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 2 കള്ളന്മാരെയും എന്നാണ്. അവരുടെ നോട്ടീസ് ബോർഡ് കള്ളന്മാരെന്നാണ്. 2 പേരും കള്ളന്മാരാണ്. 2 പേരും മോഷ്ടാക്കളാണ്. 2 പേരും തീവ്സ് ആണ്. പ്രൈസ് ദി ലോർഡ്. ലോകം അങ്ങനെയാണ് അവരെ അറിയുന്നത്. ഇനി 2ാമത്തേത്, അവരുടെ പ്രവർത്തികൾക്ക് ഒരു വ്യത്യാസവുമില്ല. എന്നോട് ചേർന്ന് ചിന്തിക്കട്ടെ. അവരുടെ പ്രവർത്തികൾക്ക് ഒരു വ്യത്യാസവുമില്ല. ദുഷ്പ്രവർത്തിക്കാരായ 2 പേരെ എന്നാണ്.
രണ്ടുപേരും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരാണ്. ഇനിയും മനസാ വാചാ കർമ്മണ എന്നാണല്ലോ പറയുന്നത്. വാക്കുകളിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. റെഫറൻസ് ഞാൻ എടുക്കണ്ട, നിങ്ങൾക്കത് കാണാപ്പാടം അറിയാവുന്നതാണ്. ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ തന്നെ അവനോടുകൂടെ തൂക്കിയ കള്ളന്മാരും അവനെ ദുഷിച്ചു പറഞ്ഞു. ഒരുത്തൻ നല്ലത് പറയുകയും മറ്റവൻ ദോഷം പറയുകയും ചെയ്തെന്നല്ല വേദപുസ്തകത്തിൽ പറയുന്നത്. രണ്ട് കള്ളന്മാരും യേശുവിനെ ദുഷിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സംഭാഷണത്തിൽ വ്യത്യാസമില്ല, പ്രവൃത്തിയിൽ വ്യത്യാസമില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം അവരെ അറിയുന്ന അവരുടെ ഡെസിഗ്നേഷനിൽ, അവരെ കുറിച്ചുള്ള ശ്രുതിയിൽ വ്യത്യാസമില്ല. ഇനിയും ഇൻ ഇഫക്ട്, ഇൻ ജഡ്ജ്മെന്റ്, ന്യായവിധിയിൽ വ്യത്യാസമുണ്ടോ? വാക്യം എനിക്ക് കാണാപ്പാടം അറിയാം. കൊല്ലേണ്ടതിന് രണ്ട് ദുഷ്പ്രവർത്തിക്കാരെയും അവനോടുകൂടെ കുരിശിച്ചു. ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്ന എന്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് കള്ളന്മാരുടെ കാലൊടിച്ചെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുവിന്റെ കാലൊടിച്ചില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇവരുടെ കാലൊടിച്ച് ഒരു പണിഷ്മെന്റ് കൊടുത്ത് ഇവരെ അങ്ങ് വിട്ടെന്നാ ഞാൻ കൊച്ചിലെയൊക്കെ ചിന്തിച്ചത്. അങ്ങനെയല്ല. ഈ മൂന്ന് പേരെയും കൊല്ലേണ്ടതിന് വേണ്ടിയാണ് തൂക്കിയത്. യേശു നേരത്തെ മരിച്ചു പോയിരുന്നത് കൊണ്ട് തലേനാള് ഗെഥസേമന തോട്ടം മുതൽ തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരാളമായി പോയിരുന്നത് കൊണ്ട് താൻ വേഗത്തിൽ മരിച്ചതിനാൽ കൊല്ലുന്നതിന് വേണ്ടി അവന്റെ കാല് ഒടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. എന്നാൽ ഇവർക്ക് രക്തനഷ്ടമുണ്ടാകാതിരുന്നത് കൊണ്ട് അവരെ കൊല്ലുന്നതിന്റെ പ്രാരംഭപടിയായി അവരുടെ കാലുകളെ ഒടിക്കുകയാണ് ചെയ്തത്. എല്ലാവരും കർത്താവിനെ വീണ്ടും സ്തുതിച്ചുകൊണ്ട് ഇതിനകത്ത് പ്രൈസ് ദി ലോർഡ്. ക്രൂശ് എന്ന് പറയുന്നത് ഒരു ദിവ്യ രംഗമാണ്. അത് ധ്യാനിച്ചാൽ നമുക്ക് അനേകം അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് കടന്നു പോകാൻ സാധിക്കും. അല്പസമയം കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു കുരിശിതനായി കിടക്കുന്ന ആ കാഴ്ച നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയ കണ്ണുകൊണ്ട് ഒന്ന് കാണാം, നോക്കണം. അപ്പോൾ ഈ ഇടത്തും വലത്തും കിടക്കുന്ന രണ്ട് കള്ളന്മാർക്ക് ഒരു കാര്യത്തിലും വ്യത്യാസമില്ല എന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. എന്നാൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുകയാണ്. ഇതുവരെ വ്യത്യാസമില്ലായിരുന്നു, എന്നാൽ ഇനിയും വ്യത്യാസം ഉണ്ടാകാൻ പോകുകയാണ്. ആ വാക്യം മാത്രം ദൈവത്തിന്റെ ദാസൻ ഞങ്ങൾക്കായി ഒന്ന് വായിക്കണം. പ്രൈസ് ഗോഡ്. ലൂക്കോസ് 23:39 മുതൽ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങളെല്ലാവരും കേൾക്കണം. ദൈവമക്കളെ, നിങ്ങൾക്ക് കേൾക്കാമല്ലോ, പിറകിൽ കേൾക്കാമല്ലോ. ഇപ്പോൾ രണ്ട് കള്ളന്മാരും എന്ന് പറഞ്ഞ ഭാഷ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് വായിച്ചാട്ടെ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ. നീ ക്രിസ്തുവല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ഒന്ന് നിർത്തണേ, ഞാൻ പറഞ്ഞിട്ട് ബാക്കി വായിക്കണം. രണ്ട് കള്ളന്മാരെ കുറിച്ച് ഒരുപോലെ ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഭാഷ മാറിയിട്ട് ഇപ്പോൾ ഏകവചന പ്രയോഗം കേൾക്കുന്നു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ. കാൽവരിയോടുള്ള ബന്ധത്തിൽ കൈവഴി തിരിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രി ഒരു സത്യം നിങ്ങളോട് പറയാം. മാനവജാതി കാൽവരി ക്രൂശിന്റെ അടുക്കൽ വന്നാൽ അവർ ഒന്നിച്ചായിരിക്കും വരുന്നത്. പക്ഷെ പോകുമ്പോൾ രണ്ട് കൈവഴിയോയി തിരിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ. എന്തോ ആ ഒരുത്തൻ പറഞ്ഞത്? ഒരുത്തനെ അവന്റെ കൂട്ടുകാരനെ കൂടെ വഹിച്ചുകൊണ്ട് കർത്താവിനെ കളിയാക്കി. ഇങ്ങനെ പറഞ്ഞത്, നീ നിന്നെ തന്നെ രക്ഷിക്ക, ഞങ്ങളെയും രക്ഷിക്കുക. രക്ഷ എന്നുള്ള പദം അവൻ പരിഹാസമായിട്ട് ഉപയോഗിച്ചു. ബ്ലാസ്ഫമി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പുണ്യദൂഷണം. ആരെങ്കിലും ദൈവിക രഹസ്യങ്ങൾ, ദൈവം, പരിശുദ്ധാത്മാവ്, സ്വർഗം, ആത്മരക്ഷ, ക്രൂശ്, യേശുവിന്റെ രക്തം തുടങ്ങിയ ദിവ്യ വിഷയങ്ങളെ പരിഹാസ ഭാഷയിൽ സംസാരിക്കുന്നതാണ് ബ്ലാസ്ഫമി. അത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. ഈ കള്ളൻ യേശുവിനെ അപമാനിച്ചുകൊണ്ട് പറയുകയാണ്, നീ ക്രിസ്തു അല്ലയോ? ആണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം നീ നിന്നെ രക്ഷിക്ക്, അത് കഴിഞ്ഞ് ഞങ്ങളെ രക്ഷിക്കാൻ. കൂട്ടുകാരനെ കുറിച്ചുള്ള അവന്റെ ആ ഭാരം, എന്നെ എന്റെ കൂട്ടുകാരനെയും കൂടെ രക്ഷിക്കണമെന്ന്. മാമന ഉദ്ദേശി എന്ന് പറഞ്ഞ് കഴിഞ്ഞ തലമുറയിൽ
ഒരു ശക്തനായ ഒരു സുവിശേഷകൻ ഉണ്ടായിരുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു യോഗത്തിന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചട്ടമ്പിയായ മനുഷ്യനും അയാളുടെ കുറച്ച് കൂട്ടുകാരും കൂടി പന്തലിൽ കയറി ചെന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അവരുടെ നേതാവ് ചെന്ന് ഉപദേശിയോട് പറഞ്ഞു, ഉപദേശി എന്റെ കൂടി ഇത്രയും ആളുകളുമുണ്ട്. ഉപദേശി ചോദിച്ചു, അതിന് ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉപദേശി പറഞ്ഞു, അതെങ്ങനെയാ എല്ലാവർക്കും വേണ്ടി ഒരുത്തൻ രക്ഷിക്കപ്പെടാൻ നോക്കുന്നു? രക്ഷിക്കപ്പെടണമെങ്കിൽ ഓരോരുത്തനായിട്ട് രക്ഷിക്കപ്പെടാൻ പറഞ്ഞു. കള്ളം പറയാണ്, ഞങ്ങളെയും രക്ഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആകെ കുഴച്ചിലായി ഇവൻ പറയുന്ന മുഴുവൻ, ഞങ്ങളെയും രക്ഷിക്കുക. ബാക്കി വായിക്കാം. ഇതെല്ലാരും ഒന്ന് കേൾക്കണം. ഇതുവരെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒന്നിച്ചു നടന്ന കള്ളന്മാര് കൂട്ടുപിരിയാൻ തുടങ്ങുകയാണ്. മറ്റവനോ അവനെ ശാസിച്ചു. അടുത്തത്, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും. അവിടെ മുതൽ അടിവരയിടേണ്ട ഭാഗങ്ങളാണ്. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അടുത്തത്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടല്ലോ നമുക്ക് കിട്ടുന്നത്. ഈ നടുവിലത്തെ ക്രൂശിൽ കിടക്കുന്ന പുരുഷൻ ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ട്. കൈവഴി തിരിയാൻ പോകുകയാണ്. ക്രൂശ് മാനവജാതിയെ രണ്ടായിട്ട് പകുക്കുവാൻ പോകുകയാണ്. ഞാൻ വാളിടുവാൻ ഭൂമിയിൽ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഒരു വാളാണ്. അത് മാനവജാതിയിൽ വീണാൽ മാനവജാതി രണ്ടായിട്ട് പകുക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിവിടെ സംഭവിക്കുകയാണ്. ഒന്നിച്ചു വന്ന രണ്ടുപേരിപ്പോൾ രണ്ട് ചേരികളിലായി മാറുകയാണ്. ഒരുത്തൻ കർത്താവിനെ ഇങ്ങനെ ദൂഷിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരല്പം മാനസികമായിട്ട് ഒരല്പം വ്യതിയാനം വന്ന, അനുതാപം വന്ന് അവന്റെ കൂട്ടുകാരൻ അവനെ ശാസിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. എന്താ കേട്ടത്? നമ്മൾ ചെയ്തതിന് തക്കവണ്ണമാണ് നമ്മൾ പ്രാപിക്കുന്നത്. നമ്മൾ അക്രമത്തിലും മോഷണത്തിലും പിടിക്കപ്പെട്ടവരാണ്. വി ഡിസേർവ്. നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ അർഹിക്കുന്നതാണ്. എന്നാൽ ഈ നടുവിൽ കിടക്കുന്ന പുരുഷൻ ദോഷം ചെയ്തിട്ടല്ല, അവനൊരു കുറ്റവും ചെയ്തിട്ടല്ല ഇത് അനുഭവിക്കുന്നത്. എത്ര നല്ല വാക്കുകളാണ് ഈ കള്ളൻ പറയുന്ന, ഈ കൂട്ടുകാരനോട് പറയുന്ന ഈ വാക്കുകളുണ്ടല്ലോ. ഇതൊക്കെ ഞങ്ങളും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ദാസന്മാരായ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ പോയിന്റ്സ് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഉപദേശിക്ക് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഉപദേശി രക്ഷിക്കപ്പെട്ടതല്ലെന്നേ ഉള്ളൂ. ഇതല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ചെയ്തതിന് തക്കവണ്ണമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ന്യായമായതാണ് അനുഭവിക്കുന്നത്. ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. ഒന്നോന്തരം പ്രസംഗമാണ്. പക്ഷേ പ്രസംഗിക്കുന്ന ഉപദേശി ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ല. എന്നാൽ ഞാൻ എന്റെ പ്രസംഗം ഇവിടെ നിർത്തട്ടെ. ഈ വാക്കുകൾ തന്റെ കൂട്ടുകാരനോട് ശാസനാരൂപത്തിൽ പറയുമ്പോൾ തന്നെ അവൻ ആ മധ്യത്തിൽ കിടക്കുന്ന കുരിശിലെ പുരുഷനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഹി വാസ് ഡൈയിങ് ആസ് എ സെറ്റിംഗ് സൺ. സൂര്യൻ അസ്തമിക്കുന്നത് പോലെ യേശു മരിക്കുന്ന കാഴ്ച ആ കള്ളൻ കണ്ടു. അവന് മനസ്സിലായി, എന്റെ കാര്യം യേശുവിനോട് ഞാൻ പറഞ്ഞു നേടേണ്ട സമയം കഴിയാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാൻ ഗുണദോഷ പ്രസംഗം ഒന്ന് നിർത്തിയിട്ട് എന്റെ കാര്യം ഉറപ്പാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? കൂട്ടുകാരനെ ശാസിക്കുന്നതിൽ നിന്ന് ഒരു നിമിഷം അവൻ നിവർത്തനായി. അവൻ വേഗം രക്ഷകനിലേക്ക് തിരിഞ്ഞുകൊണ്ട് യേശുവിനോട് പറഞ്ഞു. ആ വാക്കുകൾ നിശ്ചയമായിട്ട് നിങ്ങൾ കേൾക്കണം. പിന്നെ അവൻ യേശുവേ 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 നീരാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. വളരെ നീളം കുറഞ്ഞ ഒരു വാചകം, പക്ഷേ പസഫിക് മഹാസമുദ്രത്തെക്കാൾ ആഴമുള്ള ഒരു വാചകം. നീ എന്നെ ഓർക്കണമേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രി എന്റെ സ്നേഹിതരെ, എന്റെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ഈ വാക്കുകൾ പറഞ്ഞ ഈ കള്ളൻ, ഈ വിവരങ്ങൾ അവൻ എവിടെ നിന്ന് കിട്ടി? ഒരു നിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. ക്രിസ്തു എന്നുള്ള വാക്ക് ഇവൻ എവിടുന്ന് കിട്ടി? യേശു എന്നുള്ള വാക്ക് ഇവൻ എവിടുന്ന് കിട്ടി? യേശു രാജത്വം പ്രാപിച്ചു വരുമെന്ന് ഇവനോട് ആര് പറഞ്ഞു?
പ്രൈസല്ലോ. ഈ വിവരം ഇവൻ ഏത് ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചതാണ്? ഇല്ല, ഇവനെങ്ങും പഠിച്ചതില്ല. ഇവൻ ഈ വിവരങ്ങൾ കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? അവൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. യേശു 7 മൊഴികൾ ഉച്ചരിക്കുമ്പോൾ അവൻ ആ മൊഴികൾ ശ്രദ്ധിച്ചു. പ്രൈസല്ലോ. യേശുവിനെ പരിഹസിക്കുന്ന ആളുകൾ കടന്നു പോകുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ അവൻ ശ്രദ്ധിച്ചു. അതിലുപരിയായിട്ട് കർത്താവിന്റെ കാൽവരി കുരിശിന്റെ മുകളിൽ എഴുതിയ സൂപ്പർ സ്ക്രിപ്റ്റ് മേലെടുത്ത് അവൻ വായിച്ചു. ഞാൻ ഓർക്കുകയാണ് ദൈവത്തിന്റെ ദിവ്യമായ കാര്യപരിപാടി. പീലാത്തോസ് എന്ന് പറയുന്ന മനുഷ്യനാണെങ്കിൽ ഒരു അഭിപ്രായ സ്ഥിരതയുള്ള മനുഷ്യനല്ല. ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അഭിപ്രായം മാറ്റുന്ന ആളാണ് പീലാത്തോസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ മുകളിൽ നസറനായ യേശു യഹൂദന്മാരുടെ രാജാവെന്നുള്ള വാക്യം എഴുതി കൊടുത്തപ്പോൾ യഹൂദന്മാര് പറഞ്ഞു, ഗവർണറെ ഇത് മാറ്റണം, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് യേശുവിന് മാനമാണ്, ഇത് ഇന്ററഗേഷൻ ആകണം, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ ആകണം. ഒന്നുകിൽ ഇത് അതിശയ ചിഹ്നമായി മാറ്റണം, അല്ലെങ്കിൽ ചോദ്യരൂപത്തിലാക്കണം. അങ്ങനെ ആക്കിയെങ്കിലേ യേശുവിന് ഇത് അപമാനമാകുകയുള്ളൂ. ഇത് യേശു രാജാവാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇത് വ്യത്യാസപ്പെടുത്തണം എന്ന് വിവേകബുദ്ധിയുള്ള യഹൂദന്മാര് ഗവർണറോട് പറഞ്ഞപ്പോൾ ഈ ചപല സ്വഭാവമുള്ള ഗവർണർ പറഞ്ഞ വാചകം കേൾക്കണോ? എഴുതിയത് അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കർത്താവിയുടെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി. അതായത് കർത്താവിനെ വിസ്തരിക്കുന്നതിനുള്ള ബന്ധത്തിൽ ചില ആളുകളെ ഒരു സമയത്തേക്ക് ദൈവം പ്രവാചകന്മാരായി ഉപയോഗിച്ചിട്ടുണ്ട്. ബിലയാമിനെ കൂടോത്രക്കാരനായിട്ടൊക്കെ നടന്ന ബിലയാമിനെ പോലും ഒരു സമയത്തേക്ക് ദൈവം പ്രവാചകനാക്കി മാറ്റിയതുപോലെ ഈ കർത്താവിനെ വിസ്തരിച്ച ചിലരെ കർത്താവ് പ്രവാചകന്മാരാക്കി. അതിലൊരു പ്രവാചകന്റെ പ്രവചനം കേട്ടോണം. എല്ലാവർക്കും വേണ്ടി ഒരുത്തൻ മരിക്കുന്നത് നല്ലതെന്ന് ആ കൊല്ലത്തെ മഹാപുരോഹിതനായ കയ്യാപ്പാസിനെ കൊണ്ട് പ്രവചിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ കർത്താവിന്റെ അന്ത്യ ന്യായവിധി പ്രൊക്ലെയിം ചെയ്ത ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഗവർണർ പീലാത്തോസിൽ കൂടി ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ തൂക്കപ്പെട്ടിരിക്കുന്ന ആള് ക്രിമിനൽ അല്ല, കുറ്റവാളിയല്ല, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അതൊന്ന് മാറ്റിക്കൊടുക്കണമെന്നാ ജനങ്ങൾ പറഞ്ഞത്. ഉടനെ ഒറ്റ നിമിഷത്തേക്ക് പീലാത്തോസിന്റെ മേൽ ദൈവശക്തി വന്നിട്ട് അധികാരിയായിട്ട് ദൈവം അവനിൽ കൂടെ സംസാരിച്ചു. എഴുതിയത് എഴുതി, മാറ്റാൻ സാധ്യമല്ല. അതിന്റെ അർത്ഥം എനിക്ക് കർത്താവ് കാണിച്ചു തന്ന ഇങ്ങനെയാണ്. പീലാത്തോസ് പറഞ്ഞതിന്റെ അർത്ഥം, യഹൂദന്മാരെ ഇത് മാറ്റാനൊക്കത്തില്ല, എഴുതിയത് എഴുതി. അവനെ അയച്ചവൻ അവനെ കുറിച്ച് സ്വർഗത്തിൽ എഴുതിയത് ഞാൻ ഇവിടെ ഭൂമിയിൽ എഴുതി. അവിടെ എഴുതിയത് ഞാൻ എടുത്തെഴുതി. എനിക്ക് റീറൈറ്റ് ചെയ്യാനേ അവകാശമുള്ളൂ, എനിക്കത് വ്യത്യാസപ്പെടുത്താൻ അവകാശമില്ല. എഴുതിയത് എഴുതി. അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ അവിടെ കിടക്കുകയാണ്. അത് വായിച്ച ഭാഗ്യവാൻ രക്ഷിക്കപ്പെട്ടു. അത് വായിച്ചപ്പം വാചകം ഇങ്ങനെയാണ്, ഇദ്ദേഹം രാജാവാണ്, ഇദ്ദേഹം രാജാവാണ്, ഇപ്പൊ നീതി കിട്ടാതെ പോകുന്ന ഒരു രാജാവാണ്, അദ്ദേഹം നീതിയോടെ ഇനി വരുമെന്ന് അവൻ നിഷ്കളങ്കമായി വിശ്വസിച്ചു. ദൈവ പൈതലേ, നീ കേൾക്കുന്ന ഒരു പ്രസംഗം, നീ ഒരിക്കൽ വായിക്കുന്ന ഒരു ട്രാക്ട് നിന്നെ ന്യായം വിധിക്കും. നിന്റെ ഡെസ്റ്റിനി, നിന്റെ നിത്യത നിശ്ചയിക്കുന്നത് നിനക്ക് കിട്ടിയ മിനിമം നോളജ് ആയിരിക്കും. നിന്നെ ന്യായം വിധിക്കുന്നതിന് ഒരു പുസ്തക ശേഖരം നിനക്ക് വേണമെന്നില്ല. നീ വായിച്ച ഒരു ലഘുലേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവം നിന്നെ ന്യായം വിധിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അങ്ങനെ ഇടത്തും വലത്തുമായി ഈ 2 കള്ളന്മാരും കിടക്കുകയാണ്. കള്ളന്മാർ 2 പേരും മരിച്ചിട്ടില്ല, യേശു മരിക്കാൻ പോകുകയാണ്. ആ സമയത്ത് തന്റെ കുറ്റബോധം പ്രാപിച്ചതായ ഒരു മനുഷ്യൻ, അവൻ ഏത് വശത്താ കിടന്നെന്ന് എനിക്കറിയില്ല, വലത്തുഭാഗത്ത് ആണെന്നുള്ളതിന് യാതൊരു തെളിവും എനിക്കല്ല ഇല്ല. ദൈവത്തിന് സ്തോത്രം. അവൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ദൈവമക്കളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. കൂട്ടുകൂടിയാ കള്ളന്മാര് വന്നത്. മോഷ്ടിക്കാൻ ഒരുമിച്ചാ പോയത്, പിടിക്കപ്പെട്ടത് ഒരുമിച്ചാണ്, ഇടികൊണ്ടത് ഒരുമിച്ചാണ്, കുരിശിക്കപ്പെട്ടത് ഒരുമിച്ചാണ്, കുറെ നേരം കർത്താവിനെ കളിയാക്കിയത് ഒരുമിച്ചാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്തിൽ പ്രവർത്തിച്ചപ്പോൾ കൂട്ടുപിരിഞ്ഞു. രക്ഷിക്കപ്പെടാൻ നേരത്ത് കൂട്ടുപിരിഞ്ഞു. എന്നെയും ഓർത്തുകൊള്ളണമേ,
എന്നെയും ഓർത്തുകൊള്ളണമേ. ഒരുത്തൻ അനുതാപമുണ്ടാകുമ്പോൾ, ദൈവബോധമുണ്ടാകുമ്പോൾ അവൻ കൂട്ടവും കുടുംബവും എല്ലാം വിട്ടിട്ട് സ്വന്തം ആത്മരക്ഷ അതേ സ്വന്തമാക്കുവാനായി ശ്രമിക്കും. ഇതൊരു മർമ്മമാണ്. ഇവന്റെ വായിൽ നീ വാക്കുകൾ വീഴാൻ കാത്തു നിന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ അപമാനിച്ചതും പരിഹസിച്ചതും എല്ലാം മറന്നിട്ട് ആ സ്നേഹമൂർത്തി അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, നീ എന്നോടുകൂടെ പർദീസയിൽ. ഇവൻ പറഞ്ഞ എന്നാന്നറിയാമോ? നീ എന്നെ 1000 ആണ്ട് വാഴ്ചയിൽ ഓർക്കണമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. യേശു പറഞ്ഞു, ഞാൻ ഇന്നേ നിന്നെ പരിഗണിച്ചിരിക്കുന്നു. ഇന്നു മുതലേ നമ്മൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആത്മലോകത്തിലേക്ക് പോകുകയാണ്. എന്നെ കാത്തിരിക്കുന്ന പൂർവീക വിശുദ്ധന്മാരെ ആശ്വസിപ്പിക്കുവാൻ, അവർക്ക് ഗുഡ് ന്യൂസ് നൽകുവാൻ ഞാൻ പോകുകയാണ്. നീ എന്നോടുകൂടെ പോരുക. അപേക്ഷിക്കുന്ന ആത്മാവിനെ ഉപേക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു. പ്രൈസ് ദി ലോർഡ്. നീതിമാനായ യോബ് അവന്റെ വലിയ കഷ്ടതയുടെ വേളയില് അവൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. വാക്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എടുത്ത് വായിക്കുന്നില്ല. അയ്യോ, എന്നെയും ദൈവത്തെയും തമ്മിലൊന്ന് പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുവിൽ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് നീതിമാനായ യോബ് ദൈവസന്നിധിയിൽ നിലവിളിച്ച ഒരു വാക്യമുണ്ട്. അത് ഇംഗ്ലീഷ് ബൈബിളിന്റെ ഒരു ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ ആശയം ഇങ്ങനെയാണ്: എന്നെയും ദൈവത്തെയും കൂടി ഒന്ന് യോജിപ്പിക്കുവാൻ എന്റെ തോളിൽ ഒരു കൈയും ദൈവത്തിന്റെ തോളിൽ മറ്റേ കൈയും ഇട്ടുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുവിൽ കൈകളെ വിരിച്ചു നിൽക്കുന്ന ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് യോബ് ആഗ്രഹിച്ചതിന്റെ പൂർത്തീകരണമാണ് കാൽവറി. ദൈവത്തോട് അത് അകന്നുപോയ മനുഷ്യവർഗത്തിന്റെ മേൽ ഒരു കൈയിട്ടുകൊണ്ട്, മനുഷ്യവർഗത്തോട് കോപിച്ചിരുന്ന ദൈവത്തിന്റെ തോളിൽ ഒരു കൈയിട്ടുകൊണ്ട്, ദൈവത്തിന്റെയും മനുഷ്യന്റെയും നടുവിൽ മധ്യസ്ഥനായി കിടക്കുന്ന മധ്യസ്ഥ പുരുഷനാണ് ക്രൂശിതനായ കർത്താവായ യേശു. അവന്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെടുവാൻ ഫിലോസഫിയും വേണ്ട, തിയോളജിയും വേണ്ട, ദീർഘമായി യാതൊന്നും വേണ്ട, ഒരു പുണ്യകർമ്മവും വേണ്ട, ഒരു പ്രകടനവും വേണ്ട, ഒരു കാഴ്ചയും വേണ്ട, നേർച്ചയും വേണ്ട, പിൽഗ്രിമേജും വേണ്ട, ഒരു ഫോർമാലിറ്റിയും വേണ്ട. രക്ഷിക്കപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ക്രൂശിന്റെ സന്നിധിയിൽ ഒരു നിലവിളി, യേശുവേ നീ എന്നെ ഓർക്കണമേ. 7 വർഷം ഞാൻ ശിശുസ്നാനം മുതൽ പ്രൈസ് ലോർഡ് ശവസംസ്കാരം വരെ നടത്തിയ ഒരു വൈദ്യനാണ്. ഞാൻ എന്റെ പ്രസംഗം ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. കൂദാശകൾ 7 രക്ഷാമാർഗം, 7 കൂദാശകൾ രക്ഷാമാർഗമാണെന്ന്, രക്ഷിക്കപ്പെടാൻ 7 കൂദാശകൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നു. അതിനെല്ലാം കാശ് കൊടുക്കുകയും കൂടെ ചെയ്യണം. പ്രൈസ് ലോർഡ് കൃപാമാർഗമാണെന്ന് പറയുമ്പോൾ തന്നെ വില തിട്ടപ്പെടുത്തിയിട്ടുമുണ്ട്. അതെല്ലാം ഉണ്ട്. ഞാനിതെല്ലാം കൂടെ ചെയ്തും കണ്ടുമൊക്കെ എന്റെ മനസ്സ് വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബായ സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടിന്റെ ഈരടികൾ എന്റെ മനസ്സിലോട്ട് വന്നു. ആ പാട്ടാണ് എന്റെ സംശയം തീർത്തത്. എന്നെ ആ പാളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്നെ സഹായിച്ച ആ പാട്ടിന്റെ ഒരു കൊച്ചു ഭാഗം പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹോയാറിനോ എന്ന് തുടങ്ങുന്ന ഒരു സുറിയാനി ഗാനമാണ്. അതിന്റെ മലയാളം ഇങ്ങനെയാണ്: കരുണക്കടലെ ഞാൻ നോക്കും എന്ന് തുടങ്ങിയ ആ ഗീതം. അത് ഇങ്ങോട്ട് ചൊല്ലി വരുമ്പോൾ പാപമോചനം പ്രാപിക്കാൻ എന്തു മാർഗമുണ്ടെന്ന് ഒരു വിശുദ്ധനായ മനുഷ്യൻ പാടുന്ന ഒരു ഭാഗം പാടിക്കൊണ്ട് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ, എൻ ബാഷ്പങ്ങൾ ചൊരിഞ്ഞിടുന്നിപ്പോൾ. അജമോ മാടോ ചങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായിട്ടർപ്പിക്കുന്നില്ലേ? ശിമോൻ തൻ പവനെ വന്ന പാപി സ്ത്രീ പോൽ ഇരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽ ദയ തോന്നണമേ. 2 തുള്ളി അനുതാപത്തിന്റെ കണ്ണുനീര് കൊണ്ട് പാപമോചനവും നിത്യതയും പ്രാപിക്കാൻ വ്യവസ്ഥയുണ്ടെന്നിവിടെ നക്ഷത്രം പോലെ എഴുതി വെച്ചിരിക്കുന്ന നേരത്ത് ആരാ പണം മുടക്കി കർമ്മമാർഗത്തിൽ കൂടെ ഇത് നേടുവാൻ പോകുന്നത്?
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ണുനീര് കൊണ്ട്, കർത്താവിന്റെ സന്നിധിയിലെ കണ്ണുനീര് കൊണ്ട്, കുരിശിന്റെ സന്നിധിയിലെ അഭയാതന കൊണ്ട് ആത്മരക്ഷ പ്രാപിച്ചെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ അവരുടെ കൈകളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഈ രക്ഷാനിർണയത്തിലേക്ക് വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ കർമ്മമാർഗത്തിന്റെ പുറകെ അലഞ്ഞു പോകരുത്. നിങ്ങൾക്കും വ്യവസ്ഥ ഇത് മാത്രമേ ഉള്ളൂ. ആ പാപിനിയായ സ്ത്രീയുടെ 2 തുള്ളി കണ്ണുനീർ കണ്ട് അവളെ പാപമോചനത്തിലേക്ക് നടത്തിയ നാഥൻ നിങ്ങളുടെ അനുതാപ കണ്ണുനീർ കൊണ്ടും നിങ്ങൾക്ക് ആത്മശാന്തി നൽകും. ഈ ക്രൂശിന്റെ ഈ സീൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെടുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശുവേ എന്നെ ഓർക്കണമേ, യേശുവേ എന്നെ ഓർക്കണമേ. അവിടെ കർമ്മമാർഗം അവസാനിക്കുകയാണ്, അവിടെ കൃപാമാർഗം വെളിപ്പെടുകയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്. നീ ഈ പഴയ നിയമത്തിലെ കൃപാസനത്തിങ്കില് പല നാളായിട്ട് വെച്ചിരിക്കുന്ന പെറ്റീഷൻസ് എല്ലാം കൂടി യോം കിപ്പോർ എന്ന് പറയുന്ന ദിവസം, അല്ലെങ്കിൽ പാപപരിഹാര ദിവസം എന്ന് പറയുന്ന ദിവസം, എല്ലാ പെറ്റീഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി മഹാപുരോഹിതൻ കയറുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ കൃപാസനത്തിങ്കിൽ അങ്ങനെയല്ല. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അനുതാപിയായ പാപിയെ, നീ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞാൽ, നീ ജനുവരി മാസത്തിൽ കരയുമ്പോൾ ഡിസംബർ മാസത്തിൽ മറുപടി പറയുന്നവനല്ല നിന്റെ രക്ഷകൻ. നീ നിലവിളിച്ച് കഴിയുമ്പോൾ, നിന്റെ ശബ്ദം നിലച്ചു കഴിയുമ്പോൾ, അപ്പോൾ തന്നെ നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്നും മറുപടി പറയുന്നവനാണ് നിന്റെ രക്ഷകൻ. അങ്ങനെയുള്ള ഒരു നാഥൻ ജീവിച്ചത് കൊണ്ടാണ് ഞാൻ ഈ അക്ഷരിക പൗരോഹിത്യത്തിൽ നിന്ന് രക്ഷിതനായത്. അതുകൊണ്ടാണ് ഞാൻ രക്ഷയുടെ സന്തോഷമുള്ളവനായത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യാശ ഉള്ളവനായിരിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾക്കും മാർഗം. ഒരു വലിയ ചിന്തകനായ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാതെ നിർത്തുന്നത് മോശമാണ്. അദ്ദേഹം പറഞ്ഞത്, കാൽവരി കുരിശിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് 2 തുരങ്കങ്ങൾ പോകുന്നുണ്ടെന്നാണ്. അക്ഷരികമായിട്ടല്ല, ഇമാജിനറിയാണ്. കാൽവരി കുരിശിന്റെ, യേശു കടന്ന കുരിശിന്റെ അടിയിൽ നിന്ന് 2 ടണൽസ് പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തയാണ്, ഒരു ടണൽ ചെന്ന് അവസാനിക്കുന്നത് പർദീസയിൽ, മറ്റേ ടണൽ ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിൽ. നീ യേശുവിനെ അവഗണിച്ചാൽ നീ പാതാളത്തിൽ, നീ യേശുവിനെ അഭയം പ്രാപിച്ചാൽ നീ പർദീസായിലൂടെ സ്വർഗത്തിൽ. ഇതിലേതെങ്കിലും ഒരു മാർഗം തെരഞ്ഞെടുക്കാം. ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും ക്രൂശ് 2 പകുക്കുന്നു. ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന 700 കോടി മനുഷ്യരെയും, ഇതിനു മുമ്പ് ജീവിച്ചു കടന്നുപോയ കോടാനുകോടി മനുഷ്യരെയും എല്ലാം ക്രൂശ് 2 തിരിക്കുന്നു. നമുക്ക് കൈകളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തോ. നമുക്ക് ഒടുവിലായിട്ട് ഇങ്ങനെ പറയാം, ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു. എനിക്ക് വേറെ ഒന്നിലും പ്രശംസിപ്പാൻ വരരുത്. ഞാൻ കർത്താവായ യേശുവിന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നു. ഈ ക്രൂശിന്റെ ചിന്ത എന്നെയും നിങ്ങളെയും അന്ത്യം വരെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.